പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഗാമി കണ്ടു. ഗാമി നല്ലൊരു സിനിമയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സിനിമയിൽ ഇതൊരു എക്സ്പെരിമെൻ്റ് മൂവി എന്ന് പറയാം. കാരണം നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ സിനിമകളൊന്നും അധികം വരാറില്ല. ഇപ്പോൾ എന്താ പറയുക, ഹോളിവുഡ് ലെവലിലുള്ള ഒരു മേക്കിംഗാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. സിനിമയുടെ ഒരു ഗാമിയാണെങ്കിലും ശരിക്കും സിനിമയുടെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒരു 5 മിനിറ്റാണ് നമുക്ക് സിനിമ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ വേറൊരു ലോകത്താണ്, ഒന്നും മനസ്സിലാവില്ല. കുറേ 3-4 ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എൻഡിങ് ആകുമ്പോഴാണ് ഇതെല്ലാം കണക്റ്റ് ആവുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ ഒരു വേറൊരു ലോകത്താണ്, ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് നമ്മളിരിക്കുന്ന സിനിമ കാണാൻ. അപ്പോൾ ശരിക്കും തിയേറ്ററിൽ വന്ന് ഇപ്പോൾ ഇതേപോലെ റിവ്യൂ ഒക്കെ പറയുമ്പോൾ എന്താ പറയുക, ആളുകൾ ഇത് കാണുമ്പോൾ മനസ്സിലാവില്ല എന്താണ് ഞാൻ പറയുന്നത്. പക്ഷേ സിനിമ കാണുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. തിയേറ്ററിൽ വന്ന് കണ്ടാലാണ് അത് മനസ്സിലാവും. ഇപ്പോൾ ഫോണിലൊക്കെ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുള്ളത് എനിക്കറിയില്ല. തിയേറ്ററിൽ വന്ന് കാണാൻ മാക്സിമം ശ്രമിക്കുക. ഇതേപോലത്തെ സിനിമകളൊക്കെ വന്നാലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമ ഒരു വേറെ ലെവലിലേക്ക് തോന്നും. ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് തന്നെ പറയാം. ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവും ആ രീതിയിലുള്ളൊരു VFX വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഹിമാലയൊക്കെയാണ് കൂടുതൽ കാണിക്കുന്നത്. അത് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. ആളുടെ സിനിമ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, പക്ഷേ ആളുടെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്ഷൻ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ആളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ക്രൗഡ് ഫണ്ടിങ് ക്യാമ്പയിനിങ് ഫേസ്ബുക്കിലും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. ടോട്ടലി ഇങ്ങനെ ഒരു പ്രീമിയർ ഇവിടെ കാണാൻ പറ്റിയത് ഭയങ്കര വലിയൊരു എന്താ പറയുക, ഭയങ്കര ഒരു ലക്കായിട്ട് തോന്നുന്നുണ്ട്. പുതുമുഖ ഡയറക്ടറിൻ്റെ ഒരു സിനിമയാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഈ കുംഭമേള കാണിച്ചുകൊണ്ടുള്ള ഫസ്റ്റ് ഹാഫിൽ കുറച്ച് അധികം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുറേ രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഹിമാലയമാണെങ്കിലും ഈ പറഞ്ഞ ഇപ്പോൾ പ്രയാഗ്രാജിലെ കുംഭമേള ഈ പരിപാടികളൊക്കെ അവർ കാണിക്കുന്നുണ്ട്. പിന്നെ അതിനേക്കാളുപരി ഒരു 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 കണക്ഷൻ വർക്കൗട്ട് ചെയ്യിക്കാനുള്ളൊരു ശ്രമമുണ്ട്. നമുക്ക് എന്താണ് കുറേ അങ്ങോട്ട് ഈ പടവുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കൊന്ന് എന്താണ് ഒരു നിമിഷം നമ്മൾ ഒന്ന് ആലോചിച്ച് പോകും, എങ്ങനെ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഈ സെൻട്രൽ ക്യാരക്ടർ ചെയ്തേക്കുന്ന ആളുടെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ അതിനകത്തേക്ക് കുറേ കൂടി ഇൻവോൾവ് ആവും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ് അറൗണ്ട് ഒരു 10-20 കോടി രൂപ ബഡ്ജറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ അതിനേക്കാളും ഉപരി CGയും റിയൽ ലൊക്കേഷനും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കൂടി നമുക്ക് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സംഭവമുണ്ട്. എനിവേ ഡീസൻറ്റ് സ്ക്രീൻ പ്ലേ ആണ്. നോൺ ലീനിയർ ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, പക്ഷേ അത് ഡീസൻറ്റ് സ്ക്രീൻ പ്ലേ ആണ്. ഒരു ഡെബ്യൂ ഡയറക്ടറിന് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറിൻ്റെ ഇത്രയും വർഷത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു 2017 തുടങ്ങി ഇപ്പോൾ 2024 ഈ പടം റിലീസ് ആവുന്നതുവരെയുള്ള ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് മൈൻഡ് ബ്ലോയിങ് ആണെന്ന് തന്നെ വേണം പറയാൻ. ഈ ഡിസേർവ്സ് നല്ലൊരു കയ്യടി ഡിസേർവ് ചെയ്യുന്നത് ഇതാണ് പടത്തിനെ കുറിച്ച്. കൊള്ളാം, നല്ല സിനിമ. കാരണം നമ്മൾ ഈ മലയാളം സിനിമ കണ്ടിട്ട് വേറൊരു എക്സ്പീരിയൻസ് ആണ്. മേക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? മേക്കിംഗ് ഒക്കെ കൊള്ളാം. കുറേ ട്രാവൽ ചെയ്ത പോലെ തോന്നി. കുറേ സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ച് പോയ പോലെ ഫീൽ ചെയ്തു. കൊള്ളാം, നല്ല എക്സ്പീരിയൻസ്. സിനിമ ഏത് ജോണറാണ്? ഏത് ജോണറിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവൈവിംഗ് ആണോ? സർവൈവിംഗ് ആണ്. അത് ആ സിനിമ കണ്ടാലും മനസ്സിലാവും. കുറേ കാലഘട്ടങ്ങളിലൂടെ നമുക്ക് കടന്നുകൊണ്ട് ഓരോ ഏജ് ബേസ് ആയിട്ട് പോകുന്നുണ്ട്. അത് പക്ഷേ ആ സിനിമ കാണണം, നല്ല ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ കാണാനുള്ള ഒരു ഇതങ്ങ് പോകും. പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. പടം നല്ല പടം. ഇഷ്ടപ്പെട്ടോ? VFX കാലിലാണ് ആ പ്ലേസിലൊക്കെ പോയി ഒരുപാട് കഷ്ടപ്പെട്ടവർ ഷൂട്ട് കയറിയ റിസ്ക് എടുത്തിട്ടായിരുന്നു. അതല്ല, നമുക്കത് ബോറടിക്കില്ല. പിന്നെ ചെറിയ സ്ലോ ആണ്. പിന്നെ എൻഡിങ് ഒരു നമുക്ക് ക്ലൈമാക്സ് ഒരു ഇംഗ്ലീഷ് പടം പോലെയല്ല ക്ലൈമാക്സ്, പക്ഷെ ബാക്കിയുള്ളതെല്ലാം നന്നായിട്ടുണ്ട്. സർവൈവൽ മൂവിയാണ്. ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് പടം ഷൂട്ട് ചെയ്യാൻ. അറിയാലോ, അമ്മ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അറിയാമല്ലോ. അതിനവർക്ക് കൈയടി കൊടുക്കണം. നല്ല സിനിമ, നല്ല അടിപൊളി സിനിമ, നല്ല മേക്കിംഗ്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ തെലുങ്കിലാണ് കാണുന്നെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യം അതിൻ്റെ സ്റ്റോറി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സർവൈവൽ സ്റ്റോറിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയാണെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു കുട്ടി അങ്ങനെ കുട്ടിയായിരിക്കുമ്പോൾ പെൺകുട്ടിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആണാണോ പെണ്ണാണോ എന്നൊക്കെ ആണ് നമ്മൾ ആദ്യമേ നോക്കും. പക്ഷെ അങ്ങനെ ഒരു വേറൊരു സെക്ഷനും കൂടെ ഉണ്ട്. അതിന് ഈ രീതിയിൽ അവതരിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഈ സിനിമ കാണിച്ചിട്ടുണ്ട്. നല്ല സിനിമ. പക്ക ഒരു സർവൈവൽ ത്രില്ലർ. അതെ, സർവൈവൽ.
ഇതെങ്ങനെയാണ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണോ അതോ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ആണ്, കാരണം അതിൻ്റെ ബീജം ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താൽ അത് ഫീൽ ചെയ്യാൻ പറ്റും. തിയേറ്ററിൽ തന്നെ വന്ന് എല്ലാവരും എൻഗേജിങ് ആണോ? ലാഗ് പോലെ ഫീൽ ചെയ്തോ? ലാഗൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ക എൻഗേജിങ് ആയിട്ടൊരു ഫിലിം തന്നെയാണ്. ഓക്കെ, താങ്ക് യു.